കുവൈറ്റ് സാരഥി സംഘടനയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും സാരഥി സെന്റർ ഫോർ എക്സലൻസ് അവാർഡ് വിതരണവും ശ്രീനാരായണ ഗുരു വീഥിയിലൂടെ പഠനയാത്രാ പരിപാടിയും ശ്രീനാരായണ ഗുരു വിദ്യ അഭ്യസിച്ച കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ തൃപ്പാദ ഗുരുകുലം കളരിയിൽ വിപുലമായ പരിപാടികളോടെ നടത്തി. സാരഥി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള സാരഥി സെന്റർ ഫോർ എക്സലൻസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. KCCL നടപ്പിലാക്കുന്ന എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയിലേക്ക് സാരഥിയുടെ 25ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള സംഭാവന സമർപ്പണവും പരിപാടിയുടെ ഭാഗമായി നടത്തി. ചേവണ്ണൂർ കളരിയുടെ മുഖ്യ കാര്യദർശിയും ശിവഗിരി മഠം മുൻ പ്രസിഡന്റുമായ പത്മശ്രീ സ്വാമി വിശുദ്ധാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തുകയും എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയിലേക്കുള്ള സംഭാവന ഏറ്റുവാങ്ങുകയും വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു. കുവൈറ്റ് സാരഥി സംഘടനയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും സാരഥി സെന്റർ ഫോർ എക്സലൻസ് അവാർഡ് വിതരണവും ശ്രീനാരായണ ഗുരു വീഥിയിലൂടെ പഠനയാത്രാ പരിപാടിയും ശ്രീനാരായണ ഗുരു വിദ്യ അഭ്യസിച്ച കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ തൃപ്പാദ ഗുരുകുലം കളരിയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സാരഥി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള സാരഥി സെന്റർ ഫോർ എക്സലൻസ് ആണ് പരിപാടി സംഘടിപ്പിച്ചത്. KCCL നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയിലേക്ക് സാരഥിയുടെ 25ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സംഭാവന സമർപ്പണവും പരിപാടിയുടെ ഭാഗമായി നടത്തി. ചേവണ്ണൂർ കളരിയുടെ മുഖ്യ കാര്യദർശിയും ശിവഗിരി മഠം മുൻ പ്രസിഡന്റുമായ പത്മശ്രീ സ്വാമി വിശുദ്ധാനന്ദ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവിൻ്റെ സന്ദേശത്തെ, ഗുരുവിൻ്റെ ദർശനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കുവൈറ്റ് സാരഥിയുടെ പ്രവർത്തനം എന്ന്, സേവനം എന്ന് ഈ ഉള്ളവൻ കണക്കാക്കുന്നതിൽ, ധരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ബോധ്യമുണ്ട്. കാരണം ഗുരുവിൻ്റെ നാമത്തിൽ അനേകം സംഘടനകൾ ഈ രാജ്യത്ത്, ഈ ലോകത്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. നന്മയുടെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സ്വതന്ത്രരാകുക എന്ന മഹത്തായ ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രവൃത്തിപദമാണ്. അതൊരു നല്ല കാൽവയ്പായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ അഭ്യസിച്ച, ഗുരുവിൽ നിന്നും ശാസ്ത്ര ജ്ഞാനം നേടിയ ഈ മണ്ണിൽ വന്ന് നിന്നുകൊണ്ട് പ്രവർത്തനത്തിന് ആക്കം കൂട്ടുവാൻ തയ്യാറതിയിൽ ഈ ഉള്ളവൻ അതിയായി സന്തോഷിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തുകയും എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയിലേക്കുള്ള സംഭാവന ഏറ്റുവാങ്ങുകയും വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തുകയും ചെയ്തു. എത്രയോ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ സൗജന്യമായും കുറഞ്ഞ നിരക്കിലും അവർക്ക് വേണ്ട വിദ്യാഭ്യാസ സൗകര്യം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു സമയത്ത് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്താൽ ഒരുപക്ഷെ ആ സമയം അല്ലെ അതിന് ശേഷമുള്ള കുറച്ചു കാലം മാത്രമായിരിക്കും അതിന് ഗുണമുണ്ടാവുക. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന ധനമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണല്ലോ പറയുക. ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത, ആർക്കും മാറ്റി നിർത്താൻ കഴിയാത്ത ആ ഏറ്റവും വലിയ ധനത്തിനെയാണ് സാരഥി ഒരു പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കാണിക്കുന്ന ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ് സാരഥിയുടെ പ്രവർത്തനത്തിൻ്റെ വ്യത്യസ്തത മറ്റു ആളുകൾ ചെയ്യുന്നതിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം. സാരഥി സെന്റർ ഫോർ എക്സലൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. സാരഥി മുൻ വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ വാരണപ്പള്ളിയിൽ സ്വാഗതം പറഞ്ഞു. റിട്ടയർഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുജാത സരോജം ദൈവദശക ആലാപനം നിർവഹിച്ചു. സാരഥി ഗുരുദർശന വേദി ചീഫ് കോർഡിനേറ്റർ സൈഗാൾ സ്വാമി വിശുദ്ധാനന്ദയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചു. സാരഥി സെന്റർ ഫോർ എക്സലൻസ് ഡയറക്ടർ കേണൽ S. വിജയൻ സംവാദം നയിച്ചു. വയനാട് ദുരന്തത്തിനിരയായി ജീവൻ വെടിഞ്ഞവർക്കുൾപ്പെടെ അനുശോചനം അർപ്പിച്ചു തുടങ്ങിയ ചടങ്ങിൽ വയനാട്ടിലെ ദുരിതബാധിതരായ 50 വിദ്യാർത്ഥികളെ സാരഥി സെന്റർ ഫോർ എക്സലൻസ് ഏറ്റെടുക്കുന്നതിന്റെ പ്രഖ്യാപനവും നടന്നു. തൃപ്പാദ ഗുരുകുലം ശിവഗിരി തീർത്ഥാടന സമിതി പ്രസിഡന്റ് ജയകുമാർ കരുണാലയം, സാരഥി വനിതാവേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത്, SNDP യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം ബിപിൻ ഷാ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ B. ജീവൻ, പ്രശസ്ത കവയത്രി മായ വാസുദേവ്, തൃപ്പാദ ഗുരുകുലം ശിവഗിരി തീർത്ഥാടന സമിതി ജനറൽ കൺവീനർ VM അമ്പിളിമോൻ,
തൃപ്പാദ ഗുരുകുലം ശിവഗിരി തീർത്ഥാടന സമിതി പബ്ലിസിറ്റി കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സുനിൽ കൊപ്പാറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള മൊമന്റോ വിതരണവും ഇതിനോടനുബന്ധിച്ച് നടത്തി. സാരഥി ഗുരുദർശന വേദി ചീഫ് കോർഡിനേറ്റർ സൈകൾ സുശീലൻ കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.